ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യം. നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ച പ്രവൃത്തിയാലാണ് അബ്രഹാമിൻ്റെ ജീവിതം നീതീകരിക്കപ്പെട്ടത്. വിശ്വാസം അത് ഹൃദയത്തിൽ അടിയുറച്ച് ലഭിക്കുന്ന ഒരു മഹാഭാഗ്യമാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം വിശ്വാസം എന്ന ആ ഹൃദയത്തിൻ്റെ ദൃഢമായ ബോധ്യത്തിൽ മാത്രം നിൽക്കാതെ അബ്രഹാം പ്രവൃത്തിയിൽ അത് തെളിയിക്കുകയാണ് ചെയ്തത്. വിശ്വാസം പ്രവൃത്തിയിൽ കൂടി തെളിയിച്ചു കൊടുത്തു. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസമുണ്ട് എന്ന് പറയാൻ എളുപ്പമാണ്. ഞാനൊരു ദൈവവിശ്വാസിയാണെന്ന് പറയാൻ എളുപ്പമാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവം എന്നോട് കൂടെയുണ്ട് എന്നെല്ലാം അഭിമാനത്തോടെ പറയാൻ എളുപ്പമാണ്. എന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നാം എങ്ങനെ നിൽക്കുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉരകല്ല്, വിശ്വാസത്തിൻ്റെ മാനദണ്ഡം. നാം എങ്ങനെ നിൽക്കും? നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ വരും. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നതായ സന്ദർഭങ്ങൾ വരുമ്പോൾ അപ്പോൾ നാം എങ്ങനെ നിൽക്കും? ഞാനൊരു സംഭവം വായിക്കുകയുണ്ടായി. നിങ്ങളും വായിച്ചു കാണും. ജീവിക്കുന്ന രക്തസാക്ഷികൾ എന്ന പേരിൽ റിച്ചാർഡ് ഉംബ്രാൻഡ് എഴുതിയ ഒരു പുസ്തകം, ടോർച്ചേർഡ് ഫോർ ക്രൈസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ. അത് മലയാളത്തിൽ ആ പുസ്തകമുണ്ട്. ജീവിക്കുന്ന രക്തസാക്ഷികൾ. വായിക്കേണ്ട ഒരു പുസ്തകമാണത്. ജീവിക്കുന്ന രക്തസാക്ഷികൾ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. റുമേനിയയിലെ തടവറയിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചവരെ പീഡിപ്പിച്ച സമയത്ത് ഇദ്ദേഹത്തെയും പിടിച്ച് പീഡിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു സുവിശേഷകനായിരുന്നു. അദ്ദേഹം വളരെ ധന്യനായ ഒരു സുവിശേഷകനായിരുന്നു. വളരെ ഉന്നതമായ രീതിയിൽ ദൈവത്തിൻ്റെ വേല ചെയ്ത് അനേകരെ കർത്താവിലേക്ക് ആനയിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു ദൈവപുരുഷനായിരുന്നു റിച്ചാർഡ് ഉംബ്രാൻഡ്. അദ്ദേഹം ആ ജയിലറയിൽ കിടക്കുമ്പോൾ അവിടെ മറ്റൊരിടത്തുണ്ടായ ഒരു സംഭവം അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ദേവാലയത്തിൽ അനേകം ആളുകൾ കൂടിയിട്ടുണ്ട്. ദേവാലയം നിറയെ ആരാധന നടക്കുകയാണ്. ആളുകൾ ധാരാളം തിങ്ങിയിട്ടുണ്ട്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും തിരുവചനം കേൾക്കുകയെല്ലാം ചെയ്യുകയാണ്. അതിൻ്റെ അവസാന സമയമായപ്പോഴേക്കും അവിടുത്തെ ദേവാലയത്തിൽ ആരാധന നിർവഹിക്കുന്നയാൾ അദ്ദേഹം ആശീർവാദം പറയാനായിട്ട് എഴുന്നേറ്റു. എല്ലാവരും അവസാനത്തെ ആശീർവാദത്തിന് വേണ്ടി അങ്ങനെ കാതോർത്തിരിക്കുകയാണ്, തല താഴ്ത്തിയിരിക്കുകയാണ്, കണ്ണുകളടച്ചിരിക്കുകയാണ്. അദ്ദേഹം പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേട്ടത്. 4 പടയാളികൾ ആ ദേവാലയത്തിലേക്ക് പാഞ്ഞു കയറി വന്നു. 4 പട്ടാളക്കാർ അവർ കയറി വന്നു. എല്ലാവരുടെയും കയ്യിൽ തോക്കുണ്ട്. അവരുടെ ആ ശബ്ദവും ഒച്ചപ്പാടും എല്ലാം കേട്ട് എല്ലാവരും ഞെട്ടലോടെ കണ്ണു തുറന്നു. ഇവർ തോക്ക് അവരുടെ നേരെ നിവർത്തി കാണിച്ചു. ക്രിസ്തു വിശ്വാസം ത്യജിക്കുന്നവരെല്ലാം ഇടതു ഭാഗത്തേക്ക് മാറി നിൽക്കുക. ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് ഇനിയും ഉറച്ചു നിൽക്കുമെന്നുള്ളവർ മാത്രം വലത്ത് ഭാഗത്ത് നിൽക്കുക. ഇടതു ഭാഗത്തുള്ളവർ, ക്രിസ്തുവിനെ നിഷേധിച്ച് പോകുന്നവർക്ക് ഇപ്പോൾ സൗകര്യമായി പോകാം. വലതു ഭാഗത്ത് ക്രിസ്തുവിനെ സ്വീകരിച്ച് നിൽക്കുന്നവർ, അവരോട് ഞങ്ങളുടെ തോക്ക് സംസാരിച്ചു കൊള്ളും. എന്താണ് തോക്ക് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ? ഞങ്ങളുടെ തോക്ക് സംസാരിക്കുന്നു പറഞ്ഞത് ഞങ്ങൾ അവരെ കൊല്ലുമെന്ന്, ഈ തോക്കിനിരയായി തീരുമെന്ന്. ഈ ആരാധന നടത്തിക്കൊണ്ടിരുന്നയാൾ ഉൾപ്പെടെ അനേകം ആളുകൾ വേഗം എഴുന്നേറ്റ് ഇടതു ഭാഗത്തേക്ക് നീങ്ങി. ഏതാനും കുറച്ച് പേര് മാത്രം വലതു ഭാഗത്ത് ഉറച്ചു നിന്നു. ഭൂരിഭാഗം പേരും ഇടതു ഭാഗത്തേക്ക് നീങ്ങി. അവർ പറഞ്ഞു, നിങ്ങൾക്ക് വേഗം പോകാം, നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാം, നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കുകയില്ല, കൊല്ലുകയില്ല, ബാക്കിയുള്ളവർ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർ പേടിച്ച് സ്തംഭിച്ച് നിൽക്കുകയാണ്. പക്ഷേ കർത്താവിനെ സ്വീകരിച്ച് നിൽക്കുന്നവരാണ്.
ക്രിസ്തുവിനെ കൈക്കൊണ്ട് നിൽക്കുന്നവരാണ്. അവർ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ക്രിസ്തു വിശ്വാസം നിഷേധിക്കുകയില്ല എന്നുള്ള ഉറപ്പിൽ നിൽക്കുകയാണ്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇവരെ പറഞ്ഞു, ആരും പേടിക്കേണ്ട, ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഞങ്ങൾക്ക് ഈ ശുശ്രൂഷയ്ക്ക് വരാൻ അല്പം താമസം നേരിട്ട് പോയി. അപ്പോൾ അവസാന സമയത്തെങ്കിലും സത്യവിശ്വാസികൾ മാത്രമുള്ള ഒരു 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 കൂട്ടായ്മയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പേടിയുള്ള ആളുകളെല്ലാം പൊയ്ക്കൊള്ളട്ടെ. അവരാരും സത്യവിശ്വാസികളല്ല, അവരാരും വിശ്വാസികളല്ല. അവർ പോയതുകൊണ്ട് ഇനി വിശ്വാസികൾക്ക് മാത്രം ഇരുന്ന് നമുക്ക് ആരാധിക്കാം. അവരുടെ ആ വേഷങ്ങളെല്ലാം മാറ്റിവെച്ചു, സാധാരണ വേഷം ധരിച്ചു. അവരവിടെ ഇരുന്ന് അവർ ദൈവത്തെ സ്തുതിച്ചു, അവരാരാധിച്ചു, അവർ തിരുവചനം സംസാരിച്ചു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. റുമീനിയയിലെ പണ്ട് നടന്ന സംഭവമാണ് റിച്ചാർഡ് ഉംബ്രാൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ പുസ്തകം വേണമെങ്കിൽ വായിച്ചു നോക്കാം. നിങ്ങൾക്ക് അത്ഭുതത്തോടെ വായിക്കാം. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പരീക്ഷണ ഘട്ടങ്ങൾ വരുമ്പോൾ എങ്ങനെ നിൽക്കുമെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഉരകല്ല്. എങ്ങനെ നിൽക്കാൻ പറ്റും? നമ്മുടെ വിശ്വാസം അപ്പോൾ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുമോ? നമുക്ക് ബലത്തോടെ നിൽക്കാൻ പറ്റുമോ? ഭീരുത്വം കൂടാതെ നിൽക്കാൻ പറ്റുമോ? തന്നെ ത്യജിക്കുന്ന സത്യമായ വിശ്വാസത്തിൻ്റെ ആ വ്യക്തമായ ഉറപ്പിൽ നിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു സത്യദൈവമുണ്ട്. എൻ്റെ ദൈവം ദുഃഖിക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, എൻ്റെ കർത്താവ് പീഡിപ്പിക്കപ്പെട്ടതുപോലെ ഞാൻ പീഡിപ്പിക്കപ്പെട്ടാലും, എൻ്റെ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ രക്തസാക്ഷികളായതുപോലെ ഞാൻ രക്തസാക്ഷിയാകേണ്ടി വന്നാലും, എൻ്റെ കരുണയുള്ള കർത്താവേ, നിൻ്റെ നാമത്തിന് വേണ്ടി എന്ത് പീഡ സഹിക്കാനും എന്ത് ആക്ഷേപം സഹിക്കാനും അല്ല മരണം വരിക്കാനും ഞാൻ തയ്യാറെന്ന് പറയുന്ന ഒരു വിഭാഗം ജനമുണ്ടെങ്കിൽ അവരിൽ നിന്നുകൊണ്ട് കർത്താവ് ചില അത്ഭുതങ്ങൾ ഇനിയും ചെയ്യും ഈ തലമുറയിൽ. ദൈവത്തിന് സ്തോത്രം. വക്രതയും കോട്ടമുള്ളൊരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. വക്രതയുള്ള ഈ തലമുറയിൽ, കോട്ടമുള്ള ഈ തലമുറയിൽ നമുക്ക് നിൽക്കാൻ സാധിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ ദൃഢത വേണം, വിശ്വാസത്തിൻ്റെ കെട്ടുറപ്പ് വേണം, വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വേണം. ഞാൻ ആരുടെ പിറകെ പോകുന്നുള്ളതായ വിശ്വാസം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. എൻ്റെ ദൈവമേ, എത്ര ഉന്നതമായ ആശയമാണ് പറഞ്ഞത്. ഞാൻ ആരുടെ പിറകെ പോകുന്നുവെന്ന് എനിക്കറിയാമെന്ന്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഈ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഏറ്റു, ഒട്ടേറെ യാതനകൾ സഹിച്ചു, ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടു, എന്തുമാത്രം ആപത്തുകളെ നേരിട്ടു. എല്ലാം വന്നപ്പോൾ എനിക്കെന്താ ഇങ്ങനെ വന്നതെന്ന് അപ്പോസ്തലൻ ഒരിക്കലും ചിന്തിച്ചില്ല. എനിക്കെന്താണ് ഇങ്ങനെ വരുന്നത്? എനിക്കെന്താണ് ഈ ആപത്തുകൾ വരുന്നത്? എല്ലാവരും എന്നെ പകയ്ക്കുന്നത് എന്താണ്? ആർക്കും എന്നോട് സ്നേഹമില്ലാത്തത് എന്താണ്? എല്ലാവരും എന്നെ വെറുക്കുന്നല്ലോ. തെസ്സലോനിക്കയിൽ ചെന്നപ്പോൾ, ആദ്യം ചെന്നപ്പോൾ എല്ലാവർക്കും സ്വീകരണം, എന്നാൽ പിന്നത്തെ പ്രാവശ്യം ചെന്നപ്പോൾ എല്ലാവരും കല്ലെറിയുന്നു. എന്താണ് എനിക്കിങ്ങനെ? എൻ്റെ ജീവിതത്തിലൊരു പാപം വന്നിട്ടാണോ എന്നൊന്നും അപ്പോസ്തലൻ ചിന്തിച്ചില്ല. അപ്പോസ്തലൻ അറിയാം, പാപം കൂടാതെ നിൽക്കാൻ കർത്താവ് എനിക്ക് കൃപ തരുന്നുവെന്ന്. പാപം കൂടാതെ നിൽക്കുന്നു, പക്ഷേ അടിക്കടി ദുരിതങ്ങൾ വരുന്നു, അടിക്കടി ആക്ഷേപങ്ങൾ ഏൽക്കുന്നു, അടിക്കടി അപമാനം വരുന്നു. എല്ലാം വേദനാകരമായ കാര്യം. പ്രിയപ്പെട്ടവരെ, തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയും, എന്താ പറയുന്നറിയാമോ? ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന്. ആസ്യക്കാർ എല്ലാവരും വിട്ടുപോയി കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, വലിയൊരു കൂട്ടം ജനം ആ ഏഷ്യ മൈനറിൽ കൂടിയതാണ്. അവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥനയ്ക്ക് സംബന്ധിച്ചവരാണ്. ഈ കണ്ട ജനമെല്ലാം ഒരുമിച്ച് കൂടിയ വലിയ കൂട്ടായ്മയിൽ ഇപ്പോൾ ആ കാര്യമായിട്ട് ആളില്ല. അപ്പോസ്തലൻ തണുത്തില്ല, അപ്പോസ്തലൻ തളർന്നില്ല, അപ്പോസ്തലൻ പിറകോട്ട് മാറിയില്ല, അപ്പോസ്തലൻ വാടിയില്ല. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞുവെന്ന് നിനക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ അവസാനത്തെ ലേഖനത്തിൽ പറയുകയാണ്, എനിക്ക് എൻ്റെ കൂടെ 1-ാം കാരാഗ്രഹവാസകാലം ഉണ്ടായിരുന്ന ആ ദേമാസും എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റോമൻ ജയിലിൽ കിടന്നപ്പോൾ അന്ന് ദേമാസ് എൻ്റെ കൂടെ എന്നെ ശുശ്രൂഷിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ ലോകത്തെ സ്നേഹിച്ച് അവനും പോയി. അനേകർ പിന്മാറ്റക്കാരായി പോയി, അനേകർ പാപത്തോട് ഇണങ്ങിച്ചേർന്ന് പോയി, അനേകർ ലോകത്തിലേക്ക് പോയി, അനേകർ പീഡകൾ വന്നപ്പോൾ, പരീക്ഷകൾ വന്നപ്പോൾ എല്ലാം വിട്ട് എറിഞ്ഞിട്ട് പോയി. ആസ്യക്കാരെല്ലാവരും എന്നെ വിട്ട് പോയി കളഞ്ഞു. പലരും എന്നെ തെറ്റിദ്ധരിച്ചു, പലരും വിട്ട് പോയി കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തീമോഥെയോസേ, മകനെ, എനിക്ക് നിന്നോട് ഒരു കാര്യം അപേക്ഷിക്കാനുണ്ട്.
അതിൻ്റെ ആഗ്രഹമാണ് ഞാൻ പറയുന്നത്. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകിയാൽ അവനെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരാമോ? നീയും ഒന്ന് വരുന്നത് എനിക്ക് സന്തോഷമാണ്. നീ വരുന്നെങ്കിൽ അധികം വൈകരുത്. ശീതകാലം കഴിയുന്നതിന് മുമ്പേ വരാൻ ശ്രമിക്കണം കേട്ടോ. എനിക്ക് ശീതകാലം കഴിക്കാൻ അതിന് ബുദ്ധിമുട്ട് വരും. കർപ്പൂസിൻ്റെ പക്കൽ വെച്ചു വന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും ഒന്ന് കൊണ്ടുപോരണേ. അപ്പോസ്തലൻ പ്രത്യേകിച്ച് പറയുകയാണ്, പുതപ്പിൻ്റെ കാര്യം പ്രത്യേകം ഒന്ന് ഓർത്തോളണേ. ഞാനിവിടെ കർപ്പൂസിൻ്റെ അടുക്കൽ വെച്ചു പോകുന്ന പുതപ്പുണ്ട്, ആ പുസ്തകങ്ങളുണ്ട്, ചർമ്മലിഖിതങ്ങളുണ്ട്. എത്ര കാലം ആയുസ്സുണ്ടോ ഉള്ള കാലം പുസ്തകം വായിച്ചൊക്കെ ഈ ജയിലിലിരിക്കാം. പിന്നെ എനിക്ക് പുതപ്പ് പുതയ്ക്കാം. തണുപ്പ് കൂടി വരുന്ന സമയത്ത് പുതപ്പൊന്ന് പുതയ്ക്കാം. ഒന്ന് കൊണ്ടുവരാൻ ഉത്സാഹിക്കണേ. നീ ശീതകാലം കഴിയുന്നതിന് മുമ്പേ വരുവാൻ ശ്രമിക്കുക. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആരും കൂടെ ഇല്ല, പക്ഷേ അപ്പോസ്തലൻ പതറിയില്ല. പറയുകയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ക്രൂസിൽ മരിച്ച രക്ഷകൻ്റെ പിന്നാലെ പോകുന്നവനാണ് ഞാനെന്നുള്ള ഉറപ്പ് അപ്പോസ്തലനുണ്ടായിരുന്നു. സ്നേഹിതരെ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി പീഡയേറ്റ് കുരിശിൽ മരിച്ച കർത്താവായ യേശുവിൻ്റെ പിറകെ പോകാൻ കുരിശും പേറി പോകുന്നവരാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ കുരിശ് നിന്ന വിഷയമാണ്. ഈ കുരിശ് യാതനാ വിഷയമാണ്. ഈ കുരിശ് ആക്ഷേപ വിഷയമാണ്. ഈ കുരിശ് യാതനയുടെ പ്രതീകമാണ്. എന്നാൽ ഈ കുരിശും പേറിക്കൊണ്ട് കർത്താവെ അപമാനം വഹിച്ചുകൊണ്ട്, ആക്ഷേപം സഹിച്ചുകൊണ്ട്, ഒറ്റപ്പെടുത്തൽ ഏറ്റുകൊണ്ട്, എൻ്റെ കരുണയുള്ള കർത്താവെ, വിശുദ്ധിയുടെ ദൈവശിഖ കയ്യിലേന്തിക്കൊണ്ട് ഞാനും പോരുകയാണ്. നാഥ, നിൻ്റെ പിറകെ ഞാനും വരികയാണ്. യേശുവേ, നീ പോയ ആ കാലടിപ്പാടുകളെ പിന്തുടർന്ന് അതേ ചുവടുകളിലൂടെ ഞാനും ഇതാ വരികയാണ്. കർത്താവേ, എന്നെ നീ ഒന്ന് കാത്തുകൊള്ളണമേ. എന്നെ നീ ഒന്ന് പിടിച്ചുകൊള്ളണമേ. എൻ്റെ വലം കരത്തിൽ നീ മുറുകെ പിടിച്ചു കൊള്ളണമേ. എന്നെ കൈവിട്ട് കളയരുതേ കർത്താവേ. നിങ്ങൾ കുറച്ച് പിടിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഒന്ന് മാത്രം മതി. കുരിശിൽ മരിച്ചവൻ, കുരിശിൽ മരിച്ചത്, തിരുരക്തം ചിന്തിയത് മകനെ നിൻ്റെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടിയാണ്. മകളെ, നിൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്. അത് നീ വിശ്വസിക്കുന്നെങ്കിൽ ഇനി നീ പാപത്തിലേക്ക് പോവുകയില്ല. ഇനി നീ പാപത്തെ സ്നേഹിക്കുകയില്ല. ഇനി നീ അസൂയയ്ക്ക് ഇടം കൊടുക്കുകയില്ല. അത്യാഗ്രഹത്തിന് ഇടം കൊടുക്കുകയില്ല. ദൈവവൈതലേ, യേശു എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു എന്ന്, എൻ്റെ പാപം പേറി യേശു കുരിശിൽ മരിച്ചു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസം സത്യമാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ വിശുദ്ധ ജീവിതം തുടങ്ങും. മകനെ, മകളെ, നിൻ്റെ ജീവിതം വിശുദ്ധമായിരിക്കും. ഒരു 10 പൈസയിൽ പോലും പിന്നെ ക്രമക്കേട് വരികയില്ല. എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങും. എല്ലാവരെയും ആദരിക്കാൻ തുടങ്ങും. മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുവാൻ തുടങ്ങും. നിൻ്റെ ജീവിതത്തിൽ നീ എപ്പോഴും ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തതുപോലെ ജീവിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ കൃപയ്ക്കൊത്തതുപോലെ ജീവിക്കാൻ തുടങ്ങും. ദൈവം നിന്നെക്കുറിച്ച് വിഭാവനം ചെയ്യുന്നത് പോലെ ജീവിക്കാൻ തുടങ്ങും. വിശുദ്ധി നിൻ്റെ ജീവിതത്തിൽ കൈമുതലായിരിക്കും. സത്യസന്ധതയുണ്ടായിരിക്കും, വിശ്വസ്തതയുണ്ടായിരിക്കും, വിവേകമുണ്ടായിരിക്കും, ദൈവപരിജ്ഞാനം ഉണ്ടായിരിക്കും, വിനയമുണ്ടായിരിക്കും, എപ്പോഴും ശാന്തതയുണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹൃദയം ശാന്തമായിരിക്കും. അവിടെ അഴുക്കിനിടങ്ങും വരികയില്ല. അഴുക്ക് ഈ ലോകത്ത് ദുഷ്ടനായ പൈശാചികൻ എല്ലാം കൊണ്ടുവരും. അവൻ വന്ന് ഈ കെട്ടിയിരിക്കുന്ന മതിലിന് ചുറ്റും അവൻ നടക്കും. നമുക്ക് ചുറ്റും കർത്താവ് കെട്ടിയിരിക്കുന്ന ആ പരിചരണത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും കോട്ടമതിലുണ്ടല്ലോ, അതിന് ചുറ്റും പിശാചികൻ നടക്കും. അവൻ ഭീഷണിപ്പെടുത്താൻ നോക്കും. പക്ഷേ പേടിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. അവൻ അകത്ത് കിടക്കാൻ പരിശ്രമിക്കും. പേടിക്കേണ്ട. അവൻ അവിടെ മുട്ടി നോക്കും. പേടിക്കേണ്ട. ചീത്ത ചിന്തകൾ കൊണ്ടുവരാൻ തുടങ്ങും. ചീത്ത ചില ആഗ്രഹങ്ങളിലേക്ക് മനസ്സിനെ നയിച്ചു കൊണ്ടുപോകാൻ തുടങ്ങും. ചിലപ്പോൾ ചില മറുതലിപ്പുകൾ വരാൻ തുടങ്ങും. ചിലപ്പോൾ ചില മത്സരങ്ങൾ ചിന്തകൾ വരാൻ തുടങ്ങും. ചിലപ്പോൾ ചില അവിശ്വാസ ചിന്തകൾ വരാൻ തുടങ്ങും. ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. അപ്പോഴെല്ലാം നിങ്ങൾ പറഞ്ഞുകൊള്ളണം, യേശുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതലാണ് ഞാൻ. എൻ്റെ മേൽ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ മുദ്രയുണ്ട്. ഞാൻ എൻ്റെ ജീവിതം യേശുവിന് കൊടുത്തതാണ്. മനസ്സറിഞ്ഞ് അരുതാത്തൊരു കാര്യം എൻ്റെ ഈ ജീവിതത്തിൽ വരില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് നിങ്ങൾ പറയണം, എൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്നെൻ്റെ കരുണയുള്ള കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ കൈകളിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല മക്കളെ. നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളെ പിടിച്ചു പറിച്ചുകൊണ്ട് പോവുകയില്ല. സാത്താൻ നിങ്ങളെ റാഞ്ചിക്കൊണ്ട് പോവുകയില്ല. അവൻ റാഞ്ചൻ പരുന്തുപോലെ മുകളിൽ വന്ന് വട്ടമിട്ട് പറക്കും. റാഞ്ചാൻ തുടങ്ങും. പക്ഷേ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ ചേർക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ പരിപാലിച്ചു കൊണ്ടിരിക്കും. അവൻ്റെ സ്നേഹത്തിൻ്റെ പരിചരണത്തിൻ്റെ ചിറകടിയിൽ നിങ്ങളെ അവൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കും.
ഒരു കേടും വരാതെ അവൻ നിങ്ങളെ പരിപാലിക്കും, അവൻ നിങ്ങളെ സൂക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ വിശ്വസ്തനാണ്. അവൻ നമ്മെ പരിപാലിക്കാൻ, അവൻ നമ്മെ സൂക്ഷിക്കാൻ, അവൻ നമ്മുടെ കാര്യം അന്വേഷിക്കാൻ അവൻ വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞവൻ മാറാത്തവനാണ്. എന്താണ് വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ? വാക്ക് മാറാത്തവനാണ്. അവൻ മാറ്റമില്ലാത്തവനാണ്. ആളുകൾ മാറും, മനുഷ്യരുടെ ചിന്താഗതി മാറും, മനുഷ്യരുടെ ആശയങ്ങൾ മാറും, മനുഷ്യരുടെ സ്നേഹം മാറും, മനുഷ്യരുടെ അഭിപ്രായം മാറും. പക്ഷേ യേശുവിന് മാറ്റം വരികയില്ല. അവൻ എന്നും എന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ. ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ ആൻഡ് ടുഡേ ആൻഡ് ഫോറെവർ. അവൻ എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. ഇന്നലെ എങ്ങനെയായിരുന്നോ അതുപോലെ ഇന്നും, ഇന്ന് എങ്ങനെയാണോ അതുപോലെ എന്നേക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശുവിനെ നിങ്ങൾ പിൻപറ്റുവാൻ നിങ്ങൾക്ക് വല്ല തീരുമാനമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഈ യേശുവിൻ്റെ പുറകെ പോകാൻ നിങ്ങൾക്ക് വല്ല താല്പര്യമുണ്ടോ? അബ്രഹാം മകനെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു. നാം വായിക്കുന്നത് അങ്ങനെയാണ്. എന്താണ് വായിക്കുന്നത്? അബ്രഹാം ഈ വിറക് കീറി അത് കഴുതപ്പുറത്ത് വെച്ച് ഈ രണ്ട് വേലക്കാരുമായിട്ട് അബ്രഹാം പുറപ്പെടുകയാണ്. 4 പേര്. അബ്രഹാമുണ്ട്, മകൻ ഇസ്ഹാക്കുണ്ട്, കഴുതകൾ ഉണ്ട്, 2 ബാല്യക്കാരുമുണ്ട്. 4 പേര് പോവുകയാണ്. സാറ വാതിൽക്കൽ നിന്ന് അവരെ യാത്ര അയച്ചു എന്ന് ഞാനങ്ങനെ കരുതട്ടെ. അങ്ങനെയാണോ എനിക്കറിയാൻ പാടില്ല. യാത്ര അയച്ച് കാണണം. അനുഗ്രഹിക്കപ്പെട്ട യാഗം നടത്താൻ പോവുകയല്ലേ. യഹോവയായ ദൈവത്തിന് യാഗം അർപ്പിക്കാൻ പോവുകയല്ലേ. സാറ ഈ ഇസ്ഹാക്കിനെ ഒന്നുകൂടി ഉമ്മ വെച്ച് ഇസ്ഹാക്കിനെ പറഞ്ഞയക്കുന്നു. മോനിങ്ങനെ നീണ്ട യാത്രയ്ക്ക് പോവുകയാണ്. പാവം എൻ്റെ കൊച്ചിൻ്റെ കാല് തളരുമോ, അവൻ നടന്ന് വിഷമിക്കുമോ? സാറായ്ക്ക് ചിലപ്പോൾ ചിന്ത വരാവുന്നതാണ്. അവൻ്റെ കാല് കഴയ്ക്കുമോ, പ്രയാസം വരുമോ? ഇത്രയും ദൂരെ പോകണമല്ലോ, നടന്നു പോകണമല്ലോ, അതും ഈ മരുഭൂമിയിൽ കൂടി. എന്നാൽ ദൈവം കൽപ്പിച്ച് പോകുന്നതല്ലേ, ദൈവം കാത്തുകൊള്ളും. സാറയ്ക്കും വിശ്വാസമുണ്ട്. ഇത് അവർ പുറപ്പെട്ടു. ഞാൻ വായിക്കുന്നൊരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? 22-ാം അധ്യായം 6-ാം വാക്യം. അബ്രഹാം ഹോമയാഗത്തിലുള്ള വിറകെടുത്ത് തൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താനെടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മറ്റോരോ ഈ ബാല്യക്കാർ 2 പേരോ അവരെ താഴ്വരയിൽ നിർത്തി. 3 ദിവസം യാത്ര ചെയ്ത് പോവുകയാണ്. അബ്രഹാമിന് പതർച്ചയില്ല. പിന്നെ ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാം, അബ്രഹാം ഇടയ്ക്കിടയ്ക്ക് വല്ലതും ചിന്തകൾ ഇങ്ങനെ പാളി വരുന്നുണ്ടോ? അയ്യോ, ഞാൻ ചെയ്യണോ? എന്തായി എൻ്റെ കർത്താവേ, നീ എന്തായി ഉദ്ദേശിച്ചത്? എൻ്റെ മോനെ നീ ഉയർപ്പിക്കും. ശരിയാ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, നീ എൻ്റെ മോനെ ഉയർപ്പിക്കും. അവനെ ഹോമയാഗം കഴിച്ചാൽ നീ ഉയർപ്പിക്കും. അബ്രഹാം ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചിന്തകൾ പാളി വരുന്നുമുണ്ട്. അബ്രഹാം അതിനെല്ലാം ജയിച്ച് മുന്നോട്ട് പോവുകയാണ്. കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നിരന്തരം പിശാചിനുള്ള പോരാട്ടമാണ്. നമ്മെ പുറകോട്ട് വലിക്കുന്ന അനേകം കാര്യങ്ങൾ ചിന്താമണ്ഡലത്തിലേക്ക് പിശാച് കൊണ്ടുവരും. പല ചിന്തകൾ കൊണ്ടുവരും. പക്ഷേ അവിടെയാണ് പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവിശ്വാസ ചിന്തകൾ വരുമ്പോൾ എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അശുദ്ധ ചിന്തകൾ വരുമ്പോൾ എതിർത്ത് നിൽപ്പീൻ, പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങളുടെ ജീവിതത്തിൽ ദ്രവ്യാഗ്രഹ ചിന്തകൾ, അസൂയയുടെ ചിന്തകൾ, കോപത്തിൻ്റെ ചിന്തകൾ, വാശിയുടെയും വഴക്കിൻ്റെയും ചിന്തകൾ, പിണക്കത്തിൻ്റെയും അസഹ്യതയുടെയും ചിന്തകൾ നിങ്ങൾക്ക് വരുമ്പോൾ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അത് നിങ്ങൾ വിട്ട് ഓടിപ്പോകും. നിങ്ങളെ റാഞ്ചി കൊണ്ടുപോകാൻ ഈ കഴുകൻ വട്ടമിട്ട് പറക്കുന്നു. നിങ്ങൾ വിശ്വസിച്ച് കർത്താവേ എന്നെ കാക്കുവാൻ നീ ശക്തനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആശ്രയിച്ചാൽ മതി, കർത്താവ് കാക്കും. ഈ ബാല്യക്കാർ താഴെ നിൽക്കുകയാണ്. അബ്രഹാം അവരോട് പറഞ്ഞു, 5-ാം വാക്യം. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ബാല്യക്കാരോട് ഇങ്ങനെ പറഞ്ഞു കാണണം. വിശദമായിട്ട് പറഞ്ഞിട്ടില്ല വേദപുസ്തകത്തിൽ. പറഞ്ഞു കാണണം. യഹോവ കൽപ്പിച്ചിരിക്കുന്ന സ്ഥലം ദാ കാണുന്ന മലയാണ്. ആ മലയാണ് യഹോവ കൽപ്പിച്ചിരിക്കുന്ന സ്ഥലം. അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞാനും ബാലനും അങ്ങോട്ട് പോവുകയാണ്. ഹോമയാഗം കഴിച്ചിട്ട് ഞങ്ങൾ മടങ്ങി വരാം. നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ, നിങ്ങൾ ഇവിടെ താഴ്വരയിൽ ഇരിപ്പീൻ. അവരെ അവിടെ ഇരുത്തിയിട്ട് പോവുകയാണ്. പറഞ്ഞ വാക്ക് പ്രത്യേകം ഓർക്കണം. ഞാനും ബാലനും മടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. എങ്ങനെയാ അപ്പന് പറയാൻ പറ്റി ഞാനും ബാലനും മടങ്ങി വരാമെന്ന്? അതാണ് ഉറപ്പ്. എൻ്റെ കർത്താവിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അടിയുറച്ച് നിൽക്കണമെങ്കിൽ
നിങ്ങൾക്കൊരു നിത്യ ശാന്തിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ, നിങ്ങൾക്ക് സമാധാനദേശത്ത് എത്തണമെങ്കിൽ, നിങ്ങൾക്ക് സ്വർഗ്ഗതീരത്ത് എത്തണമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ഉറപ്പുണ്ടായിരിക്കണം. എൻ്റെ ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. ഇനി നിങ്ങളൊന്ന് പിറകിലേക്ക് നോക്ക്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ വാക്കുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? ഓരോ കാലത്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് വ്യക്തിപരമായി എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചതായി നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, നിങ്ങൾക്ക് ബോധ്യമുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ഇടപെട്ടത്, ബോധ്യമുള്ളത് ഓരോന്നോരോന്നായി ചകഞ്ഞെടുക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ കർത്താവേ, അത് ഓരോന്നോരോന്ന് ചകഞ്ഞെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കും, എൻ്റെ കർത്താവേ, ഞാനെത്ര ധന്യനാണ്, ഞാനിവിടെ വിലകെട്ടവനാണ്, ഇവിടെ നിസ്സാരനാണ്, ഞാനിവിടെ ദരിദ്രനാണ്, ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്, ഞാൻ അല്പപ്രാണിയാണ്, കർത്താവേ, ഞാനൊരു ഭീരുവാണ്, എനിക്കൊന്നിനും കഴിവില്ലാത്തയാളാണ്. എന്നാൽ നീ എന്നെക്കുറിച്ച് ഇത്രയും ഉന്നതമായ കാര്യങ്ങളാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഭാവിയെക്കുറിച്ച് നീ ഇത്രയും ഉന്നതമായ കാര്യങ്ങളാണല്ലോ നീ വിഭാവനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ദൈവസന്നിധിയിൽ താഴും. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ തുടങ്ങും. അബ്രഹാം പറഞ്ഞു, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന് ഉറപ്പുണ്ട്, ഈ ബാലൻ അവൻ ഹോമയാഗം കഴിച്ച് അവനൊരു പിടിച്ചാരമായി അവിടെ കിടന്നാൽ ആ ഒരു പിടിച്ചാരത്തിൽ നിന്ന് എൻ്റെ ഈ മകൻ ഇസ്ഹാക്കിനെ ഉയർപ്പിച്ച് എനിക്കൊരു പുതിയ ഇസ്ഹാക്കിനെ തരാൻ എൻ്റെ ദൈവം ശക്തനാണ്. നിർജീവമായ എൻ്റെ ശരീരത്തിൽ, നിർജീവമായ സാരയുടെ ഗർഭപാത്രത്തിൽ ഈ മകനെ തന്ന ദൈവം എന്നെ കാക്കാൻ ശക്തനാണ്, എന്നെ നോക്കാൻ ശക്തനാണ്, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ ശക്തനാണ്, എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ദൈവം മതിയായവനാണ്. അബ്രഹാമിന് വിശ്വാസമാണ്, ഞാനും ബാലിനോടത്തോളം ചെന്ന് യാഗം കഴിച്ച് മടങ്ങി വരാം, ആരാധന കഴിച്ച് മടങ്ങി വരാം. ദൈവജനമേ, നിങ്ങൾ വിശ്വസിക്കൂ. ഈ വിശ്വാസത്തിൻ്റെ ഉറപ്പിലേക്ക് നിങ്ങൾ വരൂ. നിങ്ങളെ നടത്താൻ കഴിവുള്ളവനാണ്. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നത്, നിങ്ങളുടെ സമീപത്ത് വന്ന് നിൽക്കുന്നത്, അവൻ നിങ്ങളുടെ നേരെ കരം നീട്ടുകയാണ്, അവൻ നിങ്ങളെ സമീപിക്കുകയാണ്. മകനെ, നിനക്ക് ബോധ്യമുണ്ടോ നിന്നെ നടത്താൻ ഞാൻ മതിയായവനാണെന്ന്? മകളെ, നിനക്ക് ബോധ്യമുണ്ടോ നിന്നെ നയിക്കാൻ ഞാൻ മതിയായവനാണെന്ന്? നിൻ്റെ കരത്തിൽ ഞാൻ മുറുകെ പിടിക്കുകയാണ്, ഞാൻ നിന്നെ വലം കരത്തിൽ മുറുകെ പിടിക്കുകയാണ്, ഞാൻ നിന്നെ അന്ത്യത്തോളം നടത്തിക്കൊള്ളാം. ചെങ്കടൽ കടക്കുമ്പോൾ നീ പതറണ്ട, ഞാൻ നിനക്ക് ചെങ്കൽപ്പാത ഒരുക്കിക്കൊള്ളാം. നീ മരുഭൂമിയിൽ കൂടി നടക്കുമ്പോൾ നീ പതറണ്ട, ഞാൻ നിനക്ക് ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും തന്നുകൊള്ളാം. നീ മരുഭൂമിയിൽ വരണ്ടുണങ്ങിയ പ്രതലത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നീ ഭാരപ്പെടേണ്ട, ഞാൻ നിനക്ക് വേണ്ടി മന്ന വർഷിച്ചു കൊള്ളാം, ഞാൻ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു കൊള്ളാം, ഞാൻ നിന്നെ കാത്തുകൊള്ളാം, എത്തേണ്ടടുത്ത് ഞാൻ നിന്നെ എത്തിച്ചു കൊള്ളാം. നീ പതറണ്ട, നിന്നെ വഴിയിലിട്ടിട്ട് പോവുകയില്ല. നിന്നെ വിളിച്ചിറക്കിയത് ജീവനുള്ള ദൈവമാണെങ്കിൽ മകനെ, നിന്നെ അക്കരെ എത്തിക്കാൻ തന്നെയാണ് വിളിച്ചിറക്കിയത്. പൂർത്തീകരിപ്പാൻ ശക്തനാണ്. വിളിച്ചിറക്കിയിട്ട് വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിന്നെ വിളിച്ചിറക്കിയിട്ട് വഴിയിൽ തള്ളിയിട്ട് പോകുന്നവനല്ല, നിന്നെ വിട്ടുകളഞ്ഞിട്ട് പോകുന്നവനല്ല, നിന്നെ അന്ത്യത്തോളം കൊണ്ടുപോകാൻ ശക്തനായവനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. അവൻ്റെ കരങ്ങളിലേക്ക് നിന്നെ കൊടുക്കുമോ? യേശുവേ, നീ എനിക്ക് വേണ്ടി ജീവനെ വെച്ചല്ലോ, എനിക്ക് വേണ്ടി നീ രക്തം ചിന്തിയല്ലോ, എനിക്ക് വേണ്ടി ദിവ്യജീവൻ ബലി അർപ്പിച്ചല്ലോ. ഇന്ന് ഞാൻ എന്നെ തന്നെ നിന്റെ പാദപീഠത്തിലേക്ക് തരുന്നു. ഒന്നുകൂടി വിശ്വാസത്തോടെ ഉറപ്പിൽ ഞാൻ എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എന്നെ കൈക്കൊള്ളണമേ, എന്നെ സ്വീകരിക്കണമേ, എന്നെ മേൽ നിന്റെ കരം വയ്ക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ കഴുകി വെടിപ്പാക്കണമേ, എനിക്ക് പുതിയ അനുഭവങ്ങൾ തരണമേ, നിന്റെ സ്വർഗീയ വചനത്താൽ എന്നെ പോഷിപ്പിക്കണമേ. സമർപ്പിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. അപ്പോൾ നിൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനായി സ്തോത്രം, പീഡകളെ നേരിടുവാനുള്ള കരുത്ത് തരുന്നതിനായി സ്തോത്രം. കരുണയുള്ള കർത്താവിൻ്റെ തിരുവചനം ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. മനോഭാരത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ. കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ലാതെ, സ്വൈര്യമില്ലാതെ അഴലുകയും ഒഴിലുകയും ചെയ്യുന്നവർക്ക് സമാധാനവും സ്വൈര്യവും കൊടുക്കണമേ. കർത്താവേ, എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ അത്ഭുത കരങ്ങളിൽ താങ്ങിക്കൊള്ളണമേ. അത് രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.